कुछ ना कुछ समस्या है। जो इस कुर्सी के ऊपर बैठता है वही गड़बड़ हो जाता है। तो कहीं ऐसा तो नहीं कि इस आंदोलन से जब അതുപോലെ രാംലീല മൈതാനി പ്രസംഗമല്ലേ? कुर्सी पे जाके बैठेंगे। ഇത് പഴയ അഴിമതി വിരുദ്ധ സമരത്തിലെ പ്രസംഗമാണിത്. കെജ്രിവാളും ഹസാരെയും എല്ലാ നേതാക്കളും ഒക്കെ പങ്കെടുത്ത വലിയ യോഗത്തിലെയാണത്. അറമ്പറ്റിയ പോലെയായി വാക്കുകൾ. അധികാരമല്ല, ഈ കസേരയ്ക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്നാണ്. അതിലിരിക്കുന്നവരൊക്കെ അഴിമതിയിലേക്ക് വഴുതി വീഴുന്നു എന്നാണ്. ഇപ്പം എനിക്കൊരു പേടിയുണ്ട്. അതായത് കെജ്രിവാൾ പറഞ്ഞതാണ്, ഇനി നമ്മളെ സമരം വിജയിച്ച് നമ്മളാരെങ്കിലും അധികാരത്തിൽ വന്നാൽ അവരും ഇതുപോലെ അഴിമതിയിലേക്ക് വഴുതി വീഴുമോ എന്നാണ്. 12 വർഷത്തിന് ശേഷം ഈ പറഞ്ഞ പോലെ ഒരു വിരോധാഭാസം പോലെ അരവിന്ദ് കെജ്രിവാൾ, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി വിരുദ്ധ മുഖമാണ് അരവിന്ദ് കെജ്രിവാൾ. ഈ സമരത്തിന് ശേഷം അന്നത്തെ UPA സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ കെജ്രിവാൾ ഒരു സമരം നടത്തി, നിരാഹാര സമരം. ആ സമരത്തിൽ കെജ്രിവാളിന്റെ കൂടെ ഇടവും വലവും ഉണ്ടായിരുന്ന ഒന്ന് മനീഷ് സിസോദിയയും രണ്ടാമത്തെ ഗോപാൽ റായി ആയിരുന്നു. കെജ്രിവാൾ ജയിലിലായി, മനീഷ് സിസോദിയ ജയിലിലായി, ഗോപാൽ റായ് മാത്രം അപ്പം പുറത്തുണ്ടായി. അല്ല, ഈ ആ സമരത്തിനൊക്കെ മുമ്പ് ഈ എന്താണ് അണ്ണാ ഹസാരയുടെ സമരം എന്ന് പറഞ്ഞാൽ അന്നത്തെ UPA സർക്കാരിലെ അഴിമതിക്കെതിരെയാണ്. 2G CWG, അതെ, ഷീല ദീക്ഷിതിന്റെ അഴിമതി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അന്ന് കെജ്രിവാൾ പറഞ്ഞിരുന്നത് എൻ്റെ ട്രങ്ക് ലോഡ്സ് ഓഫ് എവിഡൻസ് ഉണ്ടെന്നാണ്, പെട്ടിക്കണക്കിന് തെളിവുകൾ ഉണ്ടെന്നാണ്. 12 കൊല്ലമായിട്ട് ഇതുവരെ ഒരു തെളിവും വന്നില്ല. ഷീല ദീക്ഷിത് മരിച്ചു, ഒരുപക്ഷെ ഹൃദയം പൊട്ടി തന്നെ മരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ അഴിമതി ആരോപണങ്ങളും 15 കൊല്ലം ഡൽഹി ഭരിച്ചതാണ് ഷീല ദീക്ഷിത്. ശരിക്കും ഈ 12 വർഷത്തിന് ശേഷം കെജ്രിവാൾ വേറൊരു തരത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു. അന്ന് ഈ സമരത്തിന്റെ കെജ്രിവാൾ ഉൾപ്പെടെ ചെയ്ത സമരത്തിന്റെ ഗുണം കിട്ടിയ BJPക്കാണ്. അതേ BJP തീർച്ചയായും അന്നത്തെ ഈ അഴിമതി വിരുദ്ധ സമരത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ BJP ആയിരുന്നില്ലേ? അത് 2014 എവരാണല്ലോ ഉപയോഗിച്ചത്? BJP ആണല്ലോ ഈ സമരത്തെ ഏറ്റവും വലുതായിട്ട് ഉപയോഗിച്ചത്. ഒരുപക്ഷെ അതൊരു റൈറ്റ് വിങ് സമരമായിരുന്നു എന്നൊക്കെ വേണം വലിയ ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ വേദിയിൽ വൃന്ദാകാരാട്ടും ഡി രാജയും പിന്നെ ബർദനും ഒക്കെ ഉണ്ടായിരുന്നു അന്ന്, ജെറ്റ്ലിയോടൊപ്പവും അണ്ണാ ഹസാരയ്ക്കൊപ്പം. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു റൈറ്റ് വിങ് സമരമാണെന്നുള്ളൊരു സംശയം അന്നേ ഉണ്ടായിരുന്നു ഈ അണ്ണാ ഹസാരെ സമരത്തിന് പിറകെ. പക്ഷേ അതിൽ നിന്ന് മുളച്ചു വന്ന ആം ആദ്മി പാർട്ടി ഒരു അഴിമതിയിലെ ചെളിക്കുണ്ടിലേക്ക് വീഴുന്നു എന്നുള്ളതാണ്. അല്ല, ഇതിപ്പോ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അവർ പറയുന്നത് കെജ്രിവാളിന് വേട്ടയാടുകയാണെന്ന് പറയുന്നുണ്ട് ആം ആദ്മി പാർട്ടി. അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ മനീഷ് സിസോദിക്ക് 1 കൊല്ലമായിട്ട് പിന്നെ ജാമ്യം കിട്ടിയിട്ടില്ല. കവിതയ്ക്ക് ഇപ്പൊ ജാമ്യം നിഷേധിച്ചു. ഇന്ന് പിന്നെ കെജ്രിവാളിന്റെ ഇതില് കെജ്രിവാളിന്റെ നേരിട്ടുള്ള പങ്ക് വ്യക്തമാക്കുന്ന വാട്സപ്പ് ചാറ്റുകളൊക്കെയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇതില് ഇത്തരം ഒരു ഇടപാടിലേക്ക് വന്നു? ഇപ്പൊ ഇന്ന് അണ്ണാ ഹസാരെ പറഞ്ഞ കേട്ടില്ലേ, മദ്യത്തിനെതിരെ ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയവരാണ്. പക്ഷെ ഇപ്പൊ വീണ്ടും കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടി മദ്യനയം ഉണ്ടാക്കിയത് തന്നെ കെജ്രിവാളാണ് എന്ന് ഞാൻ അതിശയിച്ചു പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നു വന്നാൽ പണം ഒരു ഘടകമാണ് രാഷ്ട്രീയത്തിൽ. ഇപ്പോൾ ഡൽഹി ജയിച്ചു, ഡൽഹിയിൽ അവർക്ക് റിസോഴ്സസ് ഉണ്ട്, ഡൽഹിയിൽ സജീവമായിട്ടുള്ളതുണ്ട്. പക്ഷെ പഞ്ചാബിലേക്ക് വന്നപ്പോൾ പണം ഒരു വലിയ വിഷയമായിട്ടുണ്ടാവണം. പഞ്ചാബ് ഒരു വലിയ സംസ്ഥാനം, ദേശീയ പാർട്ടി ആവാനുള്ള ശ്രമമൊക്കെ നടത്തുകയും ചെയ്തു. പഞ്ചാബ് വന്നപ്പോൾ വലിയ സംസ്ഥാനമായപ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പണം വേണം. മറുഭാഗത്ത് കോൺഗ്രസ് ആണ്, അകാലിദളാണ്, പണത്തിന് യാതൊരു കുറവുമില്ലാത്ത പാർട്ടികളായിരുന്നു. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു മദ്യനയം രൂപീകരിച്ചത് എന്നാണ്. 95 മുതലുള്ളൊരു ഇത് നോക്കുകയാണെങ്കിൽ ഞാനത് ഡൽഹിയിലുള്ളതാണ്. 95 അന്നൊക്കെ ഇവിടുത്തെ ഈ മദ്യക്കടകളൊക്കെ ഡൽഹി സർക്കാരാണ് നടത്തിയിരുന്നത്. അപ്പോൾ സർക്കാർ പൂർണ്ണമായി പിൻവാങ്ങിയിട്ട് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുക, വ്യക്തികൾക്ക് കൊടുക്കുക. അപ്പോൾ അത്തരത്തിലൊരു നയം വന്നപ്പോഴത്തേക്കും ഈ ലൈസൻസ് ഫീ കുറച്ച് കൊടുക്കുക, കമ്മീഷൻ തുക കൂട്ടുക. അപ്പോൾ അതിലൂടെ പണം ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കെജ്രിവാളിന് പിന്തുണയുമായി വരുന്ന ആരാ? കോൺഗ്രസ്സാണ്. അന്ന് അജയ് മാഖന്റെ ഒരു വിവാദമായ വീഡിയോ എൻ്റെ ഇപ്പോഴും ഉണ്ട്. 100 കോടി രൂപയുടെ അഴിമതിയാണ്. ലഫ്റ്റനന്റ് ഗവർണർ കൊടുത്ത നിവേദനത്തിന്റെ കോപ്പിയും എൻ്റെ കയ്യിൽ കാണണം. അതിൽ പറഞ്ഞിരുന്ന CBI അന്വേഷണം വേണം എന്നായിരുന്നു. പക്ഷെ ഇന്ന് രാഷ്ട്രീയം തിരിഞ്ഞു പറഞ്ഞു വന്നപ്പോൾ സഖ്യകക്ഷികളാകുന്നു. ഇന്ത്യ സഖ്യാണല്ലോ. പിന്നെ മറ്റൊന്നുള്ളത് ഈ 7 സീറ്റുകളാണ്. 7ഉം 2014-ലും 19-ലും BJP തൂത്തുവാരി. അതിന് കാരണം വോട്ട് സ്പ്ലിറ്റ് ആകുന്നതാണ്, കോൺഗ്രസും ആം ആദ്മിയും BJPയും തമ്മിലുള്ള. പക്ഷേ ഇത്തവണ ഒരു പൊട്ടൻ്റ് അലയൻസ് ആണത്. ആം ആദ്മിയും കോൺഗ്രസും വരുമ്പോൾ അത് BJPക്ക് ഒരു പ്രശ്നമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും നോക്കാം, അതാണ് വിഷയം.